ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ സീസൺ 7 ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ആദ്യ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ലാലേട്ടൻ വന്നു, അടിപൊളി ലുക്ക് കേട്ടോ. ആ ഒരു ഷർട്ടും ആ ഒരു മുണ്ടും അതിന്റെയൊക്കെ കാര്യം നമുക്ക് എടുത്തു പറയാം. എല്ലാവരും അത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ലാലേട്ടന്റെ കാര്യം വിട്ടിട്ട് നമുക്ക് ഹൗസ് ഹോൾഡേഴ്സ്, ആ ഹൗസിൽ താമസിക്കുന്നവരുടെ കാര്യത്തിൽ ലാലേട്ടന്റെ അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് നമുക്ക് ആദ്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം, വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നിയത് ഇപ്പോ ഫസ്റ്റ് വീക്കിലായിട്ടുള്ളൂ അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്ബറും അതുപോലെ രേണുസുധിയും തമ്മിലുള്ള ഒരു ക്ലാഷ് ആയിരുന്നു. അക്ബർ രേണുസുധിയെ സെപ്റ്റ് ടാങ്ക് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ലാലേട്ടൻ അതിനെ കുറിച്ച് ചോദിക്കുന്ന കാര്യം അറിയായിരുന്നു. അപ്പോ അക്ബറിന് വന്നുള്ള ഏറ്റവും വലിയ ഒരു അടി അത് തന്നെയായിരുന്നു. ഒരു സ്ത്രീയെ അങ്ങനെ വിളിച്ചു എന്നുള്ളതല്ല, ഒരു വ്യക്തിയെ അങ്ങനെ വിളിച്ചു എന്നുള്ളതാണ് പ്രധാനം. അത് ശരിയാണല്ലോ. രേണുസുധി ആയിക്കോട്ടെ, രേണുസുധി വേറെ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, എങ്ങനെ തന്നെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് അയാളെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ സെറ്റ് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു തന്നെ അവര് പറഞ്ഞ രേണുസുധി പറഞ്ഞാണ്, എനിക്ക് ആകെ ഞാനങ്ങ് ഇല്ലാതായി പോയി ലാലേട്ട എന്നാണ് പറഞ്ഞത്. അവിടെ ശരിക്കും പറയണ ഇല്ലാതായി പോയത് ഇപ്പോ അക്ബറാണ്. ഇത്രയും ലക്ഷോപലക്ഷം ജനങ്ങൾ കാണുന്നു, അവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ വിളി വന്നു. അതിനുശേഷം വീക്കെൻഡിൽ ലാലേട്ടന് വന്നിട്ട് അതിന്റെ അഭിപ്രായം പറയുന്നു പറയുമ്പോൾ അക്ബറിന് ശരിക്കും ഒരു തിരിച്ചടിയാണ്. പക്ഷെ അക്ബറിന്റെ ഗെയിം ഒക്കെ വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് അക്ബർ അതിന് പിടിച്ചു നിന്നു, ഒരു ബാലൻസിങ് ഉണ്ടായിരുന്നു. നേരെ മറിച്ച് അക്ബർ ഗെയിം നല്ല രീതിയിൽ കളിച്ചില്ലായിരുന്നെങ്കിൽ ശരിക്കും പെട്ടുപോയേനെ. അക്ബർ ചിലപ്പോൾ അക്ബറിനത് വളരെയധികം നെഗറ്റീവ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയേനെ. അപ്പുറത്ത് രേണുസുധിയാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ജനങ്ങൾ മുഴുവൻ അക്ബറിനെ നേരത്തെ ചെയ്യും. പിന്നെ അപ്പാനി ശരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പാനി ശരത്ത് എന്ന് പറഞ്ഞാൽ അയൽക്കൂട്ടം എന്ന് പറയുന്ന ഇതാണ്. ശരിയാണ്, അപ്പാനി ഇപ്പൊ വന്നു. ഞാൻ അപ്പാനി എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഇമാജിനേഷൻ ഉണ്ടാവില്ല, അയാൾ ഇങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ അതാണ് ബിഗ് ബോസിന്റെ വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പുറമേ കാണുന്ന പോലെ അല്ല ബിഗ് ബോസിനകത്ത് അവർ വരുമ്പോൾ റിയൽ പേഴ്സണാലിറ്റി എന്താണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഇയാൾ ഇങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നത്. അതുപോലെ ഒരു വ്യക്തിയാണ് ഇപ്പൊ അപ്പാനി ശരത്ത്. വെറുതെ കുറെ പ്ലാനിങ്ങളോ എല്ലാം എന്ന് പറഞ്ഞ ഫ്ലോപ്പ് പ്ലാനിങ് ആണ്. അക്ബറുമായി കൂടിയിരുന്ന് വിഷമകുന്നായ്മ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പാനി ശരത്ത് അതിനകത്ത്. അക്ബറുമായിട്ട് കുറെ പ്ലാനിങ്, അനീഷിനെതിരെയാണ് പ്ലാനിങ് മുഴുവൻ. അനീഷ് കണ്ണെടുത്ത കണ്ടുകൂടാ അപ്പാനിക്ക്. അനീഷാണെങ്കിൽ എപ്പോഴും ഒരേ ലെവലിലാണ് പോയിക്കൊണ്ട് ഒരു യന്ത്രമനുഷ്യ പോകുന്ന പോലെ റിപ്പീറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആൾക്കാരൊക്കെ ഇറിറ്റേറ്റ് ചെയ്താണ് പറഞ്ഞുകൊണ്ടാണ് പോണത്. ഇത് ഏറ്റവും വലിയൊരു കാര്യം, അപ്പാന്റെ കാര്യം ഇങ്ങനെ ലാലേട്ടൻ എടുത്തിട്ട് ഇത്തിരി നന്നായി കളിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അനീഷിന്റെ കാര്യത്തിൽ ലാലേട്ടൻ അധികം ഒന്നും പറഞ്ഞില്ല. അത് അയാളുടെ ഗെയിം പ്ലാനാണ്. സത്യമല്ലേ, അയാളുടെ ഗെയിം പ്ലാനാണ്. അത് അയാൾ വെച്ച് കളിക്കുന്നു. അതിന് അവര് ബദലായിട്ട് അവര് എന്തെങ്കിലും ഒരു പ്ലാൻ തിരിച്ചിടണം. അനീഷ് ആദ്യം ടാർഗറ്റ് ചെയ്തത് ഷാനവാസിനെ ആയിരുന്നു. ഷാനവാസ് വലിയൊരു നടനാണ്, രുദ്രന്റെ ഒരു ഇമേജിന്റെ, അതുകൊണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ടാവുന്നു. അതുപോലെ അയാളായിരിക്കും അടുത്ത സീസണിലെ കിങ് എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അനീഷ് വന്നിട്ടുള്ളത്. പക്ഷെ അനീഷ് ആദ്യം ടാർഗറ്റ് ചെയ്തത് ഷാനവാസിനെ ആയിരുന്നു. ഷാനവാസിനെ ഒരുപാട് ട്രോളി ഇങ്ങനെ നിന്നു. പക്ഷെ ഷാനവാസ് നല്ല സൂത്രക്കാരനാണ്. ഷാനവാസിന് മനസ്സിലായി ഇയാൾ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്തു. ഷാനവാസിന്റെ ഒരു കളി തിരിച്ചങ്ങ് കൊടുത്തു അനീഷിന്. കുറെ ഇറിറ്റേറ്റിംഗ് അങ്ങോട്ട് കൊടുത്തപ്പോ അനീഷ് ഒന്ന് ഒതുങ്ങി. അതേപോലെ തന്നെയാണ് അനുമോളൊക്കെ ചെയ്യണം. പക്ഷെ അനുമോളൊക്കെ പല സ്ഥലങ്ങളിലും ഇറിറ്റേഷൻ കൊണ്ട് പൊട്ടിക്കരയുന്നു, ആടാർക്കുന്നു. ഇതൊന്നും ആവശ്യമില്ല. ഇതൊക്കെ കണ്ട് പഴയതായിട്ടുള്ള കുറെ സംഭവമാണ്. ഇനിയൊന്നും അത് ബിഗ് ബോസ് പ്രേക്ഷകരെടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അനുമോൾ കുറച്ചും കൂടെ, ഒരുപാട് ഫാൻസ് ഇപ്പോഴും അനുമോളിന് പുറത്തുള്ളത് കൊണ്ട് അനുമോൾ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം, വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ് ബിന്നി. ബിന്നിയുടെ ഒരു ഡോക്ടറാണ്. ബിന്നി ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ആവശ്യത്തിനെ അവര് കാര്യങ്ങൾ പറയുന്നത് നല്ല കുറുക്കി കൊള്ളുന്ന രീതിയിലാണ് ബിന്നി പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനൊരു സീരിയൽ താരമാണ്, എന്നെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു അനുമോളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, ആ രീതിയൊന്നും ഭിന്നിക്കില്ല. ബിന്നിയുടെ നല്ലൊരു രീതിയിലാണ് പോകുന്നത്. പിന്നെ ചില കണ്ടസ്റ്റൻസ് അതിനകത്ത് ഉണ്ടോ ഇല്ലേ എന്ന് പോലും നമുക്ക് അറിയാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട്. അദ്ദേഹം ഒത്തിരി പ്രായമുള്ള ഒരാളാണ്. പക്ഷെ പ്രായമായാലും ബിഗ് ബോസിനകത്ത് ഞാൻ വലിയ പ്രായമായ ആളാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല, പിടിച്ച് പുറത്തങ്ങ് ഇടും. അപ്പൊ അതിനു മുമ്പ് നമ്മുടേതായുള്ള ഒരു ഗെയിം പ്ലാൻ ഒക്കെ ഉണ്ടാക്കി നമ്മളെല്ലാവരും കാണുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ തന്നെ അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ രഞ്ജിത്തിന്റെ കാര്യത്തിൽ രഞ്ജിത്ത് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതേപോലെ തന്നെയാണ് ഒരു അഡ്വക്കേറ്റ്, അവരുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരു അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, അവരും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതും നല്ല രീതിയിലുള്ള ഒരു ഗെയിമാണെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു RJ ബിൻസി. പക്ഷെ RJ ബിൻസി ഒന്നും അവരുടെ ഒരു കാലിബർ എടുത്തില്ല. അതേപോലെ തന്നെയാണ് ഒനി എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ്, ഒരു കാര്യമില്ല. ഒരാഴ്ചയായിട്ട് കുക്കിംഗ് ആണെന്ന് പറഞ്ഞു. കുക്കിംഗ് ആണെങ്കിൽ പോലും അവിടെ ഗെയിം ഉണ്ടാക്കണമെന്നേ, അവിടെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കണം. അതാണ് അയാളുടെ കഴിവ്. അയാൾ പറയുന്നത് എനിക്ക് 24 മണിക്കൂർ കുക്കിങ്ങിനല്ലല്ലോ നമ്മൾ ബിഗ് ബോസ് വരുന്നത്. അത് ബിഗ് ബോസിന്റെ ഒരു ഭാഗമാണ്. കുക്ക് ചെയ്യണം, വെസൽ ക്ലീൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ്
ഈ ക്യാമറകൾ മുഴുവൻ ഒനിയിലോട്ട് വരുള്ളൂ. ഒനിയിൽ അത് തിരിപ്പിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഒനിലിന്റെ അത് ഫെയിലിയർ ആണ്. അനീഷിന്റെ പുറകിലാണ് ക്യാമറ എന്ന് പറയുന്നെങ്കിൽ അനീഷിന്റെ സക്സസ് ആണ്. അനീഷിന്റെ ഒരു ഗെയിം പ്ലാൻ അനീഷ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു, അത് സക്സസ്ഫുൾ ആവുന്നു, എല്ലാവരും ഇറിറ്റേറ്റഡ് ആവുന്നു, അനീഷിലേക്ക് എല്ലാവരും ശ്രദ്ധ വരുന്നു. എല്ലാ ഡേയ്സിലും അനീഷ് 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 എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അനീഷിന്റെ ഒരു ഗെയിം സക്സസ് ആയെന്നാണ് അർത്ഥം. നേരെ മറിച്ച് ചിലരുടെ പേര് തന്നെ അതിനകത്ത് ഉച്ചരിക്കുന്നത് കാണുന്നില്ല. റെന ഫാത്തിമയുടെ ഒരു കാര്യം പറയണേ. റെന ഫാത്തിമയുടെ ഒപ്പം തന്നെ നമുക്ക് പറയുന്ന ഒരു പേരാണ് ജിസേൽ എന്ന് പറയുന്നത്. രണ്ടുപേരും ഈ ഒരു വീക്കിൽ വളരെയധികം ഫാൻസ് ഫോളോയിങ് ഉണ്ടായിരുന്നു. വളരെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേര് എല്ലാവരും ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ വീഡിയോസിലൊക്കെ കണ്ടത്. എനിക്ക് അതിന്റെ അഭിപ്രായം ഉണ്ടായിരുന്നു. 19 ഇയേഴ്സിന്റെ ഒരു റെന ഫാത്തിമ എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരുപാട് ദൂരം പോകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ ജിസേലിന്റെ മലയാളം അറിയില്ല, ഒരു മോഡലാണ് എന്നുള്ള രീതിയിലൊക്കെ വന്ന് ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഒരു വെറുതെ ഷോ കാണിക്കാൻ വരാമെന്ന്. പക്ഷെ അതൊക്കെ മാറ്റി അവര് ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അവര് അത്ര മോശം കാര്യം നല്ലൊരു ഗെയിമറാണെന്ന് മനസ്സിലായി. പക്ഷെ പിന്നെ ഡേയ്സ് പോകും തോറും റെനയുടെ ജിസേലിനും കളി വളരെയധികം ഡൗൺ ആയിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നിയത്. ഈ വീക്കിന്റെ അവസാനമായപ്പോഴേക്കും അവർ ഭയങ്കര ഡൗൺ ആയി. ഇപ്പൊ റെന ആണെങ്കിൽ അനാവശ്യമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കുന്ന പോലെ ഒനിയിലുമായിട്ട് തർക്കിച്ചുകൊണ്ട് ഭക്ഷണം കിട്ടുന്നില്ല അല്ലെങ്കിൽ പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിലൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. അതൊക്കെ തരണം ചെയ്തുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകേണ്ടത്. തർക്കിക്കണം കേട്ടോ, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. പാർഷ്യാലിറ്റി അങ്ങനെ തോന്നിയെങ്കിൽ അത് തർക്കിക്കണം. റെന ശരി. പക്ഷെ അതെന്നെ എല്ലായിടത്തും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് തോന്നി അതൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയ ഒരു സംഭവമായിട്ട് തോന്നി. അതുപോലെ ജിസേലിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ജിസേലിന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സിങ്ങോ അവരുടെ മേക്കപ്പോ ആണ്. ഇത് രണ്ടും ബിഗ് ബോസ് പണിപ്പുരയില് തിരികെ വെക്കണം എന്ന് പറഞ്ഞു അല്ലെ. അവരൊരു ലിപ്സ്റ്റിക് അവരുടെ കയ്യിൽ കരുതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പണിഷ്മെന്റ് പോലെ തന്നപ്പോ ജിസേല ആകെ ഡൗൺ ആവുന്നത് ഞാൻ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജിസേല എന്തുകൊണ്ടാണ് വീക്കിൽ ലാസ്റ്റ് ഒക്കെ വരുമ്പോഴേക്കും ഭയങ്കര ഡൗൺ ആയെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും അവർക്ക് ആദ്യം കിട്ടിയിരുന്നു. പിന്നീട് അവരത് കൊണ്ടുപോയല്ലോ. കൊണ്ടുപോയതിനു ശേഷം അവർ ഭയങ്കര ഡൗൺ. കാരണം അവര് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവരുടെ ഡ്രസ്സിംഗ് ആണ്, അവര് ഉപയോഗിക്കുന്ന മേക്കപ്പ് ഒക്കെയാണ്. അപ്പൊ അതെല്ലാം ഇല്ലാതായപ്പോ ജിസേലിന്റെ ഉള്ളിൽ ഒരു ഇത് തോന്നിയിട്ടുണ്ട്, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. അയ്യോ എന്റെ വ്യൂസ് എങ്ങനെയാണ് എന്നെ പുറത്ത് പ്രേക്ഷകർ കാണുന്നത്, ഇതെല്ലാം പുറത്ത് പോകുമ്പോൾ എന്റെ ഒരു ഇമേജ് എന്തായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ജിസേലിന് എന്തൊക്കെയോ ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇത് സെക്കൻഡ് വീക്കിൽ ഇതൊക്കെ തിരിച്ച് കിട്ടുമ്പോൾ ജിസേൽ ഒന്നും കൂടെ കോൺഫിഡൻസോട് കളിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ മലയാളം അറിയില്ല എന്നുള്ള രീതിയിലൊന്നും ആരും ഒതുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനൊക്കെ ജിസേൽ മലയാളം പറയുന്നുണ്ട്, പറയാനുള്ളതൊക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതേ മലയാളി പ്രേക്ഷകരൊക്കെ മനസ്സിലാവും. ഇത്രയും കൂടെ സ്ട്രോങ് ആയിട്ട് വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതുപോലെ തന്നെ റെന ഫാത്തിമ വിട്ടുകൊടുക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ്. ഇപ്പൊ ഇതിൽ വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ഡൗൺ ആയി പോകുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് രഞ്ജിത്തും അതേപോലെ തന്നെ ശൈത്യ സന്തോഷം. അവരുടെ പേര് നേരത്തെ കിട്ടിയിരുന്നത് ശൈത്യ സന്തോഷം, ആ അഡ്വക്കേറ്റ്. അവർ രണ്ടുപേരാണ് വളരെയധികം ഒരു എന്താ പറയാ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ സരികയുണ്ട്, ശാരികയുണ്ട്. ഇവർ രണ്ടാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറെ കോമഡി ഷോസ് ഒക്കെ കണ്ടപ്പോഴാണ് സരിക ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്രയൊന്നും ഈ ഫസ്റ്റ് വീക്കിലൊന്നും കണ്ടില്ല. ഇനി അവർ പറയുന്ന ഒരു കിച്ചണിലായതുകൊണ്ട് അവർക്ക് കൂടുതൽ സ്പേസ് കിട്ടിയില്ലെന്നാണ് അവർ പറയുന്നത്. അതുപോലെ ശാരികയുടെ കാര്യം നമ്മളിപ്പോ ഒരുപാട് അവരുടെ ഷോസ് കാണുന്നതാണ്, ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാണുന്നതാണ്, ഹോട്ട് സീറ്റ് കാണുന്നതാണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അവര് നമ്മളെ പ്രതീക്ഷയ്ക്ക് ഉയർന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവർ തന്നെ അതിനകത്ത് പറഞ്ഞത് പ്രേക്ഷകരെല്ലാവരും വിചാരിച്ചിരുന്നു ഞാൻ അകത്ത് വന്നത് ഭയങ്കരമായിട്ട് എല്ലാവരോടും ഭയങ്കര ഒടക്കായിരിക്കും, അടിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ യഥാർത്ഥ രൂപത്തിലൂടെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവര് അത്രയ്ക്ക് സ്ട്രോങ് കുറഞ്ഞ ഒരു ലേഡി ഒന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവര് ചില സ്ഥലത്ത് പ്രതികരിക്കുന്നുണ്ട്. ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞൊക്കെയാണ്. അപ്പൊ സെക്കൻഡ് എപ്പിസോഡിന് എലിമിനേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എന്തായാലും രണ്ടുപേർക്കാണ് ചാൻസ് ആയിട്ട് എന്റെ ഇതിൽ കാണുന്നത്. ഒന്ന് രഞ്ജിത്തും രണ്ട് ശൈത്യ സന്തോഷമാണ്. മറ്റുള്ള കണ്ടസ്റ്റൻസിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഫാൻസ് ഫോളോയിങ് കൂടുതലുണ്ടായിരിക്കും. ഇവർക്ക് പറയാൻ പറ്റില്ലല്ലോ ഇനി നമുക്ക് എങ്ങനെയാണ് ശൈത്യയുടെ ഫാൻ ഫോളോയിങ് ഒന്നും നമുക്ക് അറിയില്ല. അവർക്ക് എന്തെങ്കിലും PR വർക്ക് ഉണ്ടോ ഇല്ലയൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും ഇന്നത്തോടെ അറിയാം ഒരാൾ എന്തായാലും ഉറപ്പായിട്ടും എലിമിനേഷനിൽ വരും, എലിമിനേറ്റഡ് ആയി പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് വൈൽഡ് കാർഡ് എൻട്രി വരുമോ ഇല്ല എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പൊ എന്തായാലും ഇന്നത്തെ എലിമിനേഷൻ എപ്പിസോഡുമായി റിവ്യൂ ആയിട്ട് വരാം. അതറിയാം എല്ലാവർക്കും.